ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇതിനുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ പുഡിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് വെച്ചിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് നമ്മൾ ആപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ വലിയൊരു ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിങ്ങനെ ചെറുതായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പട്ടയുടെ ഫ്ലേവർ കൂടെ വരുമ്പോൾ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പട്ട പൊടിച്ചത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് വരും. അതുപോലെ തന്നെ ആപ്പിളിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ അതെല്ലാം മുഴുവനായിട്ട് വറ്റി വരണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ടിയല്ല, ഒരു മാക്സിമം 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ പുഡിംഗ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ മുന്നേ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ ഒക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുഡിംഗ് റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പട്ടയുടെ പീസ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. നല്ലൊരു ഫ്ലേവർ ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ആ പട്ട നമുക്ക് അവിടെ നിന്ന് മാറ്റി വെക്കാം. അതവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 1/2 ലിറ്റർ പാല് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചൈന ഗ്രാസിനും ജലാറ്റിനും ഒക്കെ പകരമായിട്ട് കസ്റ്റാർഡ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറഞ്ഞു പോകരുത്. 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് വേണം. നമ്മൾ എടുത്തിട്ടുള്ള 1/2 ലിറ്റർ പാലിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടാവുന്നതിന് മുന്നേ കേട്ടോ, പാല് ചൂടാവുന്നതിന് മുന്നേ. അപ്പോൾ പാല് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് പഞ്ചസാര ചേർത്തിട്ട്. 1/2 കപ്പൊക്കെ ചേർത്ത് ചിലപ്പോൾ പഞ്ചസാര കൂടിപ്പോവും, മധുരം കൂടിപ്പോവും. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുത്തിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അടിച്ചോട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് അടി പിടിച്ചാൽ പിന്നെ ആകെ നമ്മുടെ പുഡിങ് ഫ്ലോപ്പായി പോവും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആവും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ഇത് വേണ്ടത്. ഇത് കണ്ടോ. ഇപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കരുത്. അപ്പോൾ അത് നല്ല തിക്കായി പോവും. ഈ ഒരു ചൂടോടെ കൂടെ തന്നെ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും മതി. 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ ഇതിലെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് അത് കൊടുത്തു. അതുപോലെ ഞാൻ കുഞ്ഞു ബൗളിലും കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഈ ഒരു ആപ്പിൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വേണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് തന്നെ ഈ ആപ്പിൾ മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനൊരു ലെയറായിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ അങ്ങനെ സെൻറ്ററിലാക്കിയിട്ട് വെക്കുകയാണെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്കിത് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ മുകളിലായിട്ട് വീണ്ടും ഈ ഒരു ലെയർ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈവണായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയം, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ഒരു കസ്റ്റാർഡ് നന്നായിട്ട് സെറ്റായി വരും. അപ്പോൾ നമുക്ക് ഈവണായിട്ട് കിട്ടില്ല, കാണാൻ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ ഞാൻ ബാക്കി കുറച്ചൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ആപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ആപ്പിളായതുകൊണ്ടാണ് 1 മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രേയിലും മുകളിൽ ഇതുപോലെ തന്നെ ആപ്പിൾ റെഡിയാക്കിയതൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു പട്ട ചേർക്കാൻ വിട്ടു പോകരുത് കേട്ടോ. പട്ടയുടെ ടേസ്റ്റ് വരുമ്പോഴാണ് ഒന്നുകൂടെ നമ്മുടെ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈ ഒരു പുഡിങ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്. നന്നായി തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ വെക്കുകയാണ്. തണുക്കുന്നതിന് മുന്നേ ഇട്ടാൽ വൈറ്റ് ചോക്ലേറ്റൊക്കെ മെൽട്ടായി പോകട്ടെ ചൂടോടെ ഇട്ടാൽ.
അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ ഞാൻ തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് കടിക്കുമ്പോഴും കൂടെ അതും കൂടെ അതിലേക്ക് കടിക്കാൻ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈദൊക്കെയല്ല വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈദിന് കേക്കുകളൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ചാനലായ റിമാമി ബേക്സ് പോയി നോക്കുക. അതിലൊരുപാട് കേക്ക് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ട് കേക്കാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.